ഇന്നൊരു വെണ്ടയ്ക്കാത്തോരൻ വെച്ചാലോ? വെണ്ടയ്ക്കയോടൊപ്പം സവാളയും പച്ചമുളകും അരപ്പിനായി തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ധാരാളം. വെണ്ടയ്ക്കയും ഇത്രയും വലുപ്പത്തിൽ ഞാൻ നീളത്തിലരിയും, അതുപോലെ സവാളയും നീളത്തിലരിയും. തേങ്ങയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചു വെക്കും. സത്യം പറയാലോ, പനിയായി കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കുന്നതിലും എനിക്കിഷ്ടം നല്ല വെന്ത ചൂട് ചോറും ഒരു തോരനും ചമ്മന്തിയും കൂടി കഴിക്കുന്നതാണ്. അതിനായി നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കടുക് വറക്കാം. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് അരപ്പ് കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് ഇളക്കി ആവി കയറാൻ ഒന്ന് അടച്ചു വെക്കണം. ചെറിയ തീയിൽ കിടന്ന് ആവി കയറുകയും പിന്നെ വെണ്ടയ്ക്കയിലെ ഒരു ചെറിയ കൊഴുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേകാനായിട്ട് വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് വേവിച്ച് ആവി കയറ്റിയതിന് ശേഷം തീ കൂട്ടിയിട്ട് നന്നായി വേവിച്ചെടുക്കാം. മെഴുക്ക് പുരട്ടി വെച്ച് കഴിക്കുന്നതിലും ഗുണങ്ങളും തോരൻ വെച്ച് കഴിക്കുമ്പോഴാണല്ലോ. എന്തായാലും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.